ഇപ്പോഴും ഈ ജനങ്ങൾക്കുള്ള ഒരു കൺഫ്യൂഷനാണ് എന്ന് പറഞ്ഞാൽ ഫുഡ് ബ്ലോഗേഴ്സ് പോയി ഫുഡ് കഴിക്കുന്നു, ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കുന്നു, അവർ ഒരു സ്ഥലത്ത് പോകുന്നു, ഹോട്ടൽ ഓണേഴ്സ് ഫുഡ് കൊടുക്കുന്നു, അവർ ക്രിറ്റിസിസം പറയത്തില്ല, അവരെപ്പോഴും പോസിറ്റീവേ പറയത്തുള്ളൂ. ബിക്കോസ് അവർക്ക് അവിടെ നിന്ന് ഫുഡ് കിട്ടണം, ഫ്രീ ആയിട്ട് പൈസ കിട്ടണം. പക്ഷെ എന്താണ് ആക്ച്വൽ സ്റ്റോറി എന്താണ്? നമ്മൾ പോയി വീഡിയോ ഷൂട്ട് ചെയ്ത് ഫുഡ് ഇല്ലെന്നുണ്ടെങ്കിൽ, അതായത് വായിൽ വയ്ക്കാൻ കൊള്ളത്തില്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരിക്കലും ആ ഫുഡിനെ പ്രൊമോട്ട് ചെയ്യില്ല. മനസ്സിലായി? അപ്പം എല്ലാ സ്ഥലത്തും ഇപ്പം നമുക്ക് ആളെ കൊല്ലാൻ വേണ്ടി നമ്മൾ പൈസ വാങ്ങി ചെയ്യണ പരിപാടി നമ്മൾ ചെയ്യത്തില്ല. നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യത്തില്ല. ആ ഫുഡ് കൊള്ളില്ല എന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യും. മീൻസ് അവിടെ പൈസക്ക് പറഞ്ഞില്ല എന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവരുടെ കാര്യം പറയും. മനസ്സിലായി? അവർ നേരെ ആക്കിയിട്ട് മാത്രം വീഡിയോ ചെയ്യാന്നുള്ള രീതിയിൽ പറയാം. മനസ്സിലായി? അപ്പം ചില ധാരണകളാണ് അങ്ങനെ. നമ്മൾ തെറ്റായ ഒരു ധാരണയാണ്. ഫുഡ് കൊള്ളത്തില്ലെങ്കിലും അത് വെളി പറയാം. ഒരിക്കലും ഒരു മനുഷ്യനെ കൊല്ലാൻ വേണ്ടി നമ്മൾ നോക്കാറില്ല. വ്ളോഗേഴ്സിന്റെ ആ ഒരു പാറ്റേൺ അത് ആൾക്കാരുടെ ഇടയിൽ അങ്ങനെ പോകുന്നുണ്ട്. അതായത് ഫ്രീ ഫുഡ് ഉണ്ടെങ്കിൽ വീഡിയോ ചെയ്യാം, അങ്ങനെയുള്ള രീതിയിൽ ഒരുപാട് പേര് അങ്ങനെ ചെയ്യണം. അത് ചെയ്യാത്ത ആൾക്കാരും ഉണ്ട്, ചെയ്യണ ആൾക്കാരും ഉണ്ട്. ഈ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു മീഡിയനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ പ്രസൻസ് വരുന്ന ഫുഡ് ബ്ലോഗേഴ്സ് ആണ് ആക്ച്വലി. അപ്പം അടുത്ത ഇലക്ഷന് വരുമ്പോഴേക്ക് ഞങ്ങളുടെ ഇൻഫ്ലുവൻസിങ് കുറച്ചൊരു ഫാക്ടർ ആണ് എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ട്? ഇതിൽ കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റീസെന്റ് ആയിട്ട് ഞാൻ ഒരു സംഭവം എൻ്റെ നാട്ടിൽ ഒരു പദ്ധതി രീതിയിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇടിഞ്ഞു പൊളിഞ്ഞു 5 മാസം രീതിയിൽ. അപ്പം അവിടെ ജനൻ TV അങ്ങനെ ഓരോ ന്യൂസ് ചാനൽ വന്നിട്ടുണ്ടായിരുന്നു, റിപ്പോർട്ടർ TV. അപ്പം അവിടെ അവർ ലോങ് വീഡിയോ ഇട്ടിട്ട് പോലും ഒരു 800-1000 വ്യൂസേ ഉള്ളൂ. പക്ഷെ ഒരു വ്ളോഗർ ഒരു വീഡിയോ പുഷ് ചെയ്തിടുമ്പം അത് ഏതൊക്കെ തലത്തിൽ പോകുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. അത് കാരണം നമുക്ക് കോളിൽ വരാറുണ്ട്. മനസ്സിലായി? ഇപ്പോൾ ഒരു വ്ളോഗർ ചെയ്യുമ്പോഴാണ് അങ്ങനെ. ഇതൊരു 10 വ്ളോഗറുടെ കൂട്ടായ്മയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കേരളം ഫുള്ള് ഇത് വേറെ ലെവലിലോട്ട് പോകും. അപ്പം അങ്ങനത്തെ ഒരു ലെവലാണ് വ്ളോഗറിൻ്റെ ഒരു പവർ. ഇതൊരു വെപ്പണാണ്. മനസ്സിലായോ? എപ്പോഴെങ്കിലും ഏതെങ്കിലും വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി കണ്ടിട്ട് വിളിക്കുകയോ, അല്ലെങ്കിൽ ആ സെലിബ്രിറ്റിയുടെ കൂടെ ഇരുന്ന് കഴിക്കാൻ ആഗ്രഹമുണ്ട്, ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയുടെ പേരുണ്ട്? ഒരുപാട് പേര്. എനിക്കിപ്പോൾ നമ്മുടെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന റസ്മിൻ അങ്ങനെ സീരിയൽ, സിനിമ, സിത്താര, കൃഷ്ണകുമാർ, ഒരുപാട് പേര്. അത് വെങ്കി എപ്പോഴും എന്നെ പറ്റി ഇന്റർവ്യൂ വരെ വെങ്കി പറയും. കാരണം വെങ്കിയുടെ ഷോപ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം ഭയങ്കര വൈറലായി എന്ന് പറഞ്ഞിട്ട് സുഡ ഇഡലി. അപ്പോൾ അങ്ങനെ പേഴ്സണൽ ബന്ധമുള്ള ഒരുപാട്. ഞാൻ വീഡിയോ ഇട്ട സ്ഥലത്ത് അനുശ്രീ ഇടയ്ക്കിടയ്ക്ക് പോയി കഴിക്കും. അനുശ്രീയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് പുള്ളിക്കാരി എനിക്ക് പേഴ്സണലി മിനിങ്ങാന്ന് മെസ്സേജ് അയച്ചു, ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് വലിയ സന്തോഷം. ഇവരൊക്കെ നമ്മളെ ഇങ്ങോട്ട് ഫോളോ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് എൻ്റെ കണ്ടന്റ് കൂടുതലും പെയ്ഡ് പ്രൊമോഷൻസ് അല്ല, ഞാൻ അല്ലാതെ ചെയ്യുന്നതാണ് എൻ്റെ കണ്ടന്റ് കൂടുതലും. യൂട്യൂബിൽ ഒരൊറ്റ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യാത്ത ഒരു ചാനൽ ഒരു പക്ഷേ ഇപ്പം വേറെ ആരും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. യൂട്യൂബേഴ്സിൽ നിൽക്കുന്നത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നും ചെയ്യില്ല. ഈ സാധാരണ കടകൾ ഇൻസ്റ്റഗ്രാം. അപ്പം നമ്മുടെ ഒരു കണ്ടന്റ് പെയ്ഡ് ആയിട്ടുള്ളതല്ല ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ, ഇപ്പോൾ ഏറ്റവും റീസെന്റ് കൊല്ലത്തെ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഭയങ്കര പഴകിയ മീനായിരുന്നു. അവരിങ്ങോട്ട് ചോദിച്ചതാ, ഒന്ന് ഹെൽപ്പ് ചെയ്യും, ഒരു വീഡിയോ എടുത്ത് തരും. അപ്പോൾ എനിക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് ഒരു വിശ്വാസ്യതയുണ്ട്, അത് കളയാൻ പാടില്ല. അവരെ ഹെൽപ്പ് ചെയ്യാനാണെങ്കിലും ഫുഡിൻ്റെ പൈസ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ട് പോകുന്നു, ഫുഡ് ഭയങ്കര മോശം ഫുഡാണ്, മീൻ ഭയങ്കര പഴകിയ മീനാണ്, അതുകൊണ്ട് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോരുക. ചിലവർ പറയും നിങ്ങൾ എല്ലായിടത്തും പോയിട്ട് നിങ്ങൾ എല്ലായിടത്തും പോയിട്ട് കൊള്ളാമെന്ന് പറയുന്നതല്ല, കൊള്ളാവുന്നത് മാത്രം ആളുകളിലേക്ക് എത്തിക്കുകയാണ്. എനിക്ക് വേണമെങ്കിൽ നല്ല റീച്ച് കിട്ടും ഇതിൻ്റെ നെഗറ്റീവ് റിവ്യൂ ഇട്ടാൽ. പക്ഷെ ഞാനത് ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ഒരാളെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവിക്കരുതെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അവരോട് പറയാം, നിങ്ങളിത് തിരുത്തൂ, നന്നായിട്ട് പോകുമെന്ന് പറയാം. മറ്റൊന്ന് ഈ പേയ്മെൻറ്റിൻ്റെ കാര്യമാണ്. അപ്പോൾ നമ്മൾ ജീപേയാണ് ചെയ്യാം. ഞാനിപ്പോൾ ഫേസ്ബുക്കിലാണ് കൂടുതൽ ആക്രമണം നടക്കുക, നീ ഓസിന് കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ എല്ലാം പോസ്റ്റ് ചെയ്യുമ്പോഴും പോസ്റ്റിൻ്റെ അടിയിൽ പിന്നെ ഗൂഗിൾ പേ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. എൻ്റെ ഗതികേടാണ്. കാരണം സാധാരണ മനുഷ്യർ നമ്മൾ വീഡിയോ എടുക്കുന്ന അവിടെ പൈസ കൊടുത്തായിരിക്കും. അവിടെ ഫുഡ് കൊള്ളാം, ഓൾറെഡി ഫുഡ് കൊള്ളാം. മനസ്സിലായി? അതിന് നമ്മൾ ജസ്റ്റ് നമ്മളൊരു കണ്ടന്റ് വേണ്ടി പ്രൊമോട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അങ്ങനെ വരെ നമ്മൾ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്യുകയാണ്. കാരണം ഇതറിയാത്ത കുറേ ജനങ്ങളുണ്ട്. ഇവരുടെ വിചാരം ഇപ്പോൾ ഇവരെ ആലോചിച്ചാൽ മതി, ഞാനൊരു ക്യാമറമാനെ വെച്ച് ഒരു എഡിറ്റിംഗ് ടീമിനെ വെച്ച് എഡിറ്റ് ചെയ്ത് ഈ എറണാകുളം കോഴിക്കോടൊക്കെ ട്രാവൽ ചെയ്ത് വീഡിയോ എടുക്കാൻ പോകാൻ പൈസ ഉള്ള എനിക്ക് 30 രൂപ 50 രൂപ ഫുഡ് കഴിക്കാൻ ഇല്ലേ? അതൊരു കോമൺ സെൻസിൽ ചിന്തിച്ചാൽ മതി. ഞാൻ കാണിക്കുന്നതല്ല 60 രൂപയുടെ ഭക്ഷണം, ഏറ്റവും കൂടിയ 100 രൂപയുടെ ഭക്ഷണം. ആ 100 രൂപയുടെ ഭക്ഷണം കഴിക്കാൻ ഞാൻ ഇത്രയും പേരെയും കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് വരെ പോവുമോ എന്ന് മാത്രം ചിന്തിച്ചാൽ
പക്ഷെ കോമൺ സെൻസ് ഇല്ല. ആളുകൾ നമ്മൾ നല്ലത് ചെയ്യില്ല, നല്ലത് ചെയ്യണം കണ്ടാൽ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം മനുഷ്യർ. നമ്മൾ നന്നാവുമ്പോഴേക്ക് അസൂയ കൂടുന്ന നമ്മൾ നന്നാവലൊന്നല്ല, അവർക്ക് വേറെ നമ്മളൊന്നും ചെയ്തുകൂടാ. മറ്റൊരാൾ രക്ഷപ്പെടുമ്പോൾ വീഡിയോ ഇട്ട് നല്ല റീച്ച് ചെയ്ത് 4 മില്യൺ 5 മില്യൺ ഒക്കെ പോയ ഒരു വീഡിയോ ആ തട്ടുകട തന്നെ കുറച്ച് സാമൂഹ്യ വിരുദ്ധർ പൊളിച്ചു കളഞ്ഞു. ഞാൻ വീണ്ടും പോയി വേറെ വീഡിയോ ഇട്ടു, അവർക്ക് തട്ടുകട സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ വീണ്ടും നല്ല വിളിച്ചിട്ട് പറഞ്ഞു വീണ്ടും അവർ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, അവിടെ ആൾ കയറാൻ പാടില്ല എന്നുള്ളത്.